നെഹ്റു കുടുംബത്തിന് വയനാടുമായുള്ള ബന്ധം അത്ര ചെറുതല്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ശക്തമായ വേരോട്ടമുള്ള വയനാടൻ മണ്ണിൽ നിന്ന് AICC അംഗങ്ങളുടെ എണ്ണവും കുറവല്ല. മുൻ മന്ത്രി PK ജയലക്ഷ്മി, അഡ്വക്കേറ്റ് T സിദ്ദിഖ് MLA എന്നിവർക്ക് പുറമെ ND അപ്പച്ചനും AICC അംഗമായി നോമിനേഷൻ ലഭിച്ചു. 15 വർഷത്തോളം വയനാട് DCCയുടെ അമരസ്ഥാനത്തിരുന്ന ND അപ്പച്ചനെ കഴിഞ്ഞ ദിവസമാണ് കേരളത്തിൽ നിന്നുള്ള കോ-ഓപ്റ്റഡ് AICC അംഗമായി ദേശീയ അധ്യക്ഷൻ നോമിനേറ്റ് ചെയ്തത്. വയനാട് കോൺഗ്രസിലുണ്ടായ ആത്മഹത്യാ ശ്രമങ്ങളും ചേരിതിരിഞ്ഞുള്ള കൂട്ടത്തല്ലും കള്ളക്കേസുകൾ തുടങ്ങിയ വിവാദങ്ങളെ തുടർന്നാണ് കഴിഞ്ഞ വ്യാഴാഴ്ച ND അപ്പച്ചൻ DCC പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്. നെഹ്റു കുടുംബത്തിലെ ഇളം തലമുറക്കാരിയുടെ നിർബന്ധത്തെ തുടർന്നാണ് ND അപ്പച്ചന് രാജിവെക്കേണ്ടി വന്നതെന്ന് രാഷ്ട്രീയ ശത്രുക്കളും കോൺഗ്രസിലെ ഒരു വിഭാഗവും കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ND അപ്പച്ചൻ രാജിവെച്ച് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിഷമത്തോടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പലരും കരുതിയത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി അവസാനിച്ചെന്നാണ്. എന്നാൽ മണിക്കൂറുകൾക്കകം മറ്റൊരു അറിയിപ്പ് വന്നു. ND അപ്പച്ചനെ കേരളത്തിൽ നിന്നുള്ള കോ-ഓപ്റ്റഡ് AICC അംഗമായിരിക്കുന്നുവെന്ന്. താൻ അത്രയ്ക്കും വലിയ നേതാവായോ എന്നോർത്ത് ND അപ്പച്ചൻ പോലും ഞെട്ടിക്കാണും. വയനാട്ടിലെ പ്രശ്നങ്ങൾ അടഞ്ഞ അധ്യായമല്ല, അത് ഇനിയും തുടരാനാണ് സാധ്യത. അപ്പോൾ ജില്ലയിൽ നിന്ന് ഇനിയും AICC അംഗങ്ങൾ ഉണ്ടാകുമെന്ന കാര്യം വ്യക്തവും. ആരെയും പിണക്കരുതല്ലോ. 15 വർഷത്തോളം ഇരുന്ന വയനാട് DCC പ്രസിഡന്റ് കസേരയിൽ നിന്ന് ആത്മഹത്യകളുടെയും ആത്മഹത്യാ ശ്രമങ്ങളുടെയും മറ്റ് വിവാദങ്ങളുടെയും പേരിൽ സ്ഥാനമൊഴിയുക എന്നത് വലിയ മനോവിഷമമുള്ള കാര്യം തന്നെയാണ്. ND അപ്പച്ചന് കോൺഗ്രസിലെ എല്ലാ രഹസ്യങ്ങളും നന്നായിട്ട് അറിയാം. അപ്പച്ചൻ പടിയിറങ്ങുന്നതിലൂടെ ആ രഹസ്യങ്ങൾ പുറത്തു വന്നാൽ വലിയ പ്രശ്നമായിരിക്കും. അതിനുള്ള പോംവഴി കൂടിയാണ് AICCയുടെ കോ-ഓപ്റ്റഡ് അംഗമാക്കി അപ്പച്ചനെ അവരോധിച്ചത് തന്നെ. 2024 ഡിസംബർ 27 ഇതിന്റെ എല്ലാം തുടക്കം. വയനാട് DCC ട്രഷററായിരുന്ന NM വിജയനും മകൻ ജിജേഷും ആത്മഹത്യ ചെയ്തതോടെയാണ് വയനാട്ടിലെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ അതിരൂക്ഷമായി തുടങ്ങിയത്. അതിനു മുമ്പ് വയനാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, എന്നാൽ അതൊന്നും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് മാത്രം. ഒരു കാലത്ത് ലീഡറുടെ വിശ്വസ്തനും കോൺഗ്രസിന്റെ നട്ടെല്ലെന്നറിയപ്പെട്ടിരുന്ന KK രാമചന്ദ്രൻ മാസ്റ്ററുടെ തട്ടകമായിരുന്നു വയനാട്. മലബാറിൽ, പ്രത്യേകിച്ച് വയനാട്ടിൽ ഇന്ന് കാണുന്ന മുഴുവൻ പേരും KK രാമചന്ദ്രൻ മാസ്റ്ററുടെ ശിക്ഷണത്തിൽ വളർന്നു വന്നവരാണ്. രാമചന്ദ്രൻ മാസ്റ്ററിൽ നിന്ന് പലതും നേടിയവർ. ND അപ്പച്ചൻ പോലും രാഷ്ട്രീയത്തിലെ കളികൾ അഭ്യസിക്കുന്നത് രാമചന്ദ്രൻ മാസ്റ്ററിൽ നിന്നാണ്. CPM-നെ രാഷ്ട്രീയമായി നേരിടാൻ കെൽപ്പുള്ള മലബാറിലെ ഒരു നേതാവെന്ന നിലയിലായിരുന്നു രാമചന്ദ്രൻ മാസ്റ്ററുടെ സ്ഥാനം. ലീഡറുടെ മകൻ K മുരളീധരൻ മുകളിലോട്ട് വളരുമെന്ന ഘട്ടമെത്തിയപ്പോഴാണ് രാമചന്ദ്രൻ മാസ്റ്റർ ചോദ്യം ചെയ്യപ്പെടാൻ തുടങ്ങിയത്. മന്ത്രിയായപ്പോൾ ഒരു ദിനം പൊട്ടിക്കരഞ്ഞുകൊണ്ട് ടെലിവിഷൻ സ്ക്രീനുകളിൽ പ്രത്യക്ഷപ്പെട്ട രാമചന്ദ്രൻ മാസ്റ്ററുടെ മുഖം രാഷ്ട്രീയ കേരളം മറന്നു കാണില്ല. അങ്ങനെയുള്ള കുറെ കഥകൾ വയനാടൻ രാഷ്ട്രീയത്തിൽ നടമാടിയിട്ടുണ്ട്. അവിടെയാണ് ഇപ്പോൾ പുതിയ സംഭവങ്ങൾ അരങ്ങേറുന്നത്. ഇക്കാലയളവിൽ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് നടപടിയെടുക്കാൻ തുടങ്ങിയാൽ പ്രസ്ഥാനത്തിന്റെ കൊടി പിടിക്കാൻ ചിലപ്പോൾ ആളുകളെ ചുരത്തിന് താഴെ നിന്ന് കൊണ്ടുവരേണ്ടി വരുമെന്ന് KPCCക്കും നന്നേ ബോധ്യമുള്ള കാര്യമാണ്. കുറ്റക്കാരെ സംരക്ഷിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ടുള്ള കോൺഗ്രസിന്റെ അച്ചടക്ക നടപടിയെ രാഷ്ട്രീയ എതിരാളികൾ പോലും കളിയാക്കുകയാണ്. നേതാക്കൾ ജീവനൊടുക്കാനിടയുണ്ടാക്കിയ ക്രിമിനൽ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയവരെയും കള്ളക്കേസിൽ കുടുക്കി നിരപരാധിയെ ജയിലിലടച്ചവരെയും സംരക്ഷിക്കുകയാണ്. മുള്ളംകൊല്ലി കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് കാനാട്ടുമലയിൽ തങ്കച്ചനെതിരെ കള്ളക്കേസ് കെട്ടിച്ചമച്ചവർക്കെതിരെയും DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും ജോസ് നെല്ലേടത്തിന്റെയും ആത്മഹത്യ എന്നിവയിലൊന്നും നടപടി ഉണ്ടായിട്ടില്ല. NM വിജയനും ജോസ് നെല്ലേടവും ആത്മഹത്യ ചെയ്തത് നേതാക്കളുടെ അടക്കം പേരുവിവരങ്ങൾ എഴുതി വെച്ചാണ്. സുൽത്താൻ ബത്തേരിയിലെ വിവിധ സഹകരണ സ്ഥാപനങ്ങളിലെ നിയമനവുമായി ബന്ധപ്പെട്ടാണ് NM വിജയൻ നേതൃത്വത്തിന് വേണ്ടി വലിയൊരു കടക്കാരനായി മാറുന്നത്. ഒടുവിൽ നേതൃത്വം കൈമലർത്തി. വിജയനും ഭിന്നശേഷിക്കാരനായ മകനും ആത്മഹത്യ ചെയ്യാനേ വഴിയുണ്ടായിരുന്നുള്ളൂ. കടക്കണിയിൽ നിന്ന് രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് വിജയന്റെ കുടുംബം അന്ന് തുടങ്ങിയ യുദ്ധമാണ്. മരുമകൾ പത്മജയ്ക്ക് ആത്മഹത്യാ ശ്രമവും നടത്തേണ്ടി വന്നു. ഒടുവിൽ സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിൽ ബാധ്യതയുണ്ടായിരുന്ന 58,23,047 രൂപ KPCC നേതൃത്വം ബാങ്കിൽ അടച്ചു. 69 ലക്ഷത്തിന്റെ ബാധ്യതയാണ് ബാങ്കിലുണ്ടായിരുന്നത്. പലിശയും പിഴപ്പലിശയും ഒഴിവാക്കിയുള്ള തുകയാണ് KPCC അടച്ചത്. നെഹ്റു കുടുംബത്തിന്റെ ഇടപെടലിനെ തുടർന്നാണ് KPCCക്ക് തുക അടയ്ക്കേണ്ടി വന്നത്. ചുരുക്കി പറഞ്ഞാൽ ആകെ നാണം കെട്ട ഏർപ്പാട്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ താക്കീതും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ കണ്ണുരുട്ടലൊന്നും വിലപ്പോയില്ല.